സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ മേഖലകൾ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മലയാളത്തിലെ കലാസാഹിത്യ മേഖലകളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് വന്ന് തുടക്കം കുറിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ സന്നിഹിതനാകാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. ആത്മകല എന്നുള്ള പദത്തിന് ഏറെ മാനങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ, ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ സാമുദായിക ചിന്തകൾ, ആ ചിന്തകൾ കലയുടെ ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. വാസ്തവത്തിൽ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ ലോകകലയെ തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്ന ഒരു പാരമ്പര്യം, ഒരു പാരമ്പര്യത്തിന്റെ ഉടമകളാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നവരാണ് ഭാരതീയരായിട്ടുള്ള നമ്മൾ, മലയാളികളായിട്ടുള്ള നമ്മൾ. പ്രശസ്തനായിട്ടുള്ള കലാ ചരിത്ര പണ്ഡിതനായിട്ടുള്ള ആനന്ദകുമാരസ്വാമി പറയുന്നതുപോലെ ഏഷ്യയിലെ എല്ലാ പാതകളും ഇന്ത്യയിലേക്ക് പോകുന്നു എന്നുള്ള പാരമ്പര്യം, ആ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം. ഭാരതത്തിന്റെ മഹത്തായിട്ടുള്ള കലാപാരമ്പര്യത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അവയുടെ ആത്മാവ് അത് ആധ്യാത്മികതയായിരുന്നു, ആധ്യാത്മികതയാണ്. ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ആരും അതൊരു മതപരമായിട്ടുള്ള അർത്ഥത്തിൽ കാണേണ്ടതില്ല എന്നുകൂടി ഞാൻ മുൻകൂട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ ഒരുപക്ഷെ ഭാരതത്തിന്റെ ചരിത്രത്തിലേക്കും കലയിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ വിസ്മയഭരിതരാക്കുന്നതാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിൽ അഭിമാനിച്ചുകൊണ്ട് ആ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. അതിന് ആ പഴയ പാരമ്പര്യം മാത്രം പിടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കണം എന്നാരും പറയുന്നതും ശരിയല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാലത്തിനനുസരിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരണം. അതുകൊണ്ട് ഭാരതത്തിന്റെ ആധ്യാത്മിക പാരമ്പര്യം, ആ ഭാരതത്തിന്റെ ആധ്യാത്മിക പാരമ്പര്യം സനാതനമാണ്. ആ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കലയാണ്, അതാണ് ഭാരതീയ കലയുടെ വലിയ പങ്ക്. കടൽ കടന്നു വന്നിട്ടുള്ള കലകളെയും സാഹിത്യത്തെയും ഒക്കെ ഉൾക്കൊള്ളാൻ നമ്മൾ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. നമ്മൾ ഒന്നിനെയും, ലോകത്ത് എവിടെ നിന്ന് വരുന്ന ചിന്തകളെയും ആ ചിന്തകളെ ഒന്നിനെയും തന്നെ തടഞ്ഞു നിർത്താനോ അതിനെ പ്രതിരോധിക്കാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ല. നമ്മൾ അതിനെല്ലാം സ്വാംശീകരിക്കാൻ നമുക്ക് സാധിച്ചു. അത് സ്വാംശീകരിക്കാനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടായത് നമ്മുടേത് മഹത്തരമാണ് എന്നുള്ള പൂർണ്ണബോധ്യവും ആത്മവിശ്വാസവും അതുണ്ടായിരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ കടന്നു വന്നിട്ടുള്ളതിനെല്ലാം അതിനോടൊപ്പം തന്നെ മഹത്തരമായിട്ടുള്ള കലാസാഹിത്യ പാരമ്പര്യം, ആ സാഹിത്യ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മകലയുടെ പ്രചാരകന്മാരായി, ആത്മകലയുടെ പ്രണേതാക്കളായി ലോകത്തിന് മുഴുവൻ നന്മ വരുത്താൻ, സമൂഹത്തിന് മുഴുവൻ തന്നെ നന്മ ഉണ്ടാക്കിയെടുക്കാൻ വിവിധ മേഖലകളിൽ സാഹിത്യവും സംഗീതവും അഭിനയവും നൃത്തവും മാത്രമല്ല, ചാരിറ്റി എന്ന് പറയുന്ന ആ വാക്കിന്റെ മലയാള അർത്ഥം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചാരിറ്റി എന്നുള്ള വാക്ക് ഒരു ഇംഗ്ലീഷ് വാക്കാണ്. പല വാക്കുകൾക്കും തുല്യമായിട്ടുള്ള പദങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ വീക്ഷണങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ വിഷമാണ്. നമ്മളതിന് നമ്മളതായിട്ട് ചില വാക്കുകൾ കണ്ടെത്താറുണ്ട്. പക്ഷേ ചാരിറ്റി എന്നുള്ള പ്രയോഗം തന്നെ ഒരു അഭാരതീയമായിട്ടുള്ള പ്രയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭാരതത്തിന്റെ
ചിന്ത, ആ ചിന്ത എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ചിന്തയാണ്. താനും മറ്റുള്ളവരും തമ്മിൽ ഭേദമില്ല എന്ന് കരുതുന്ന ചിന്ത. അങ്ങനെ വരുമ്പം ഞാൻ മറ്റൊരാൾക്ക് അയാളുടെ കഷ്ടം തീർക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടി ഞാൻ സഹായിക്കുന്നു എന്ന് പറയുന്നതിനാണ് സാധാരണ ചാരിറ്റി എന്ന് പറയുന്നത്. ഞാനും നീയും ഒന്നാണെങ്കിൽ, എല്ലാറ്റിലും ഉൾക്കൊള്ളുന്നത് ഒരേ പ്രപഞ്ചശക്തിയാണെങ്കിൽ, ആ പ്രപഞ്ചശക്തിയിൽ ആരും ആരെയും സഹായിക്കുന്നില്ല. എല്ലാവരും എല്ലാവർക്കുള്ളതും എല്ലാവരുടേതുമാണ് എന്നുള്ള ചിന്ത. ആ ചിന്ത ഉണ്ടാവുമ്പോൾ ഒരുപക്ഷെ ഈ ചാരിറ്റി എന്നുള്ള വാക്ക് എനിക്കറിയില്ല. എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ വേദന അനുഭവിക്കുന്നവരെ, വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ, അങ്ങനെയുള്ളവർക്ക് ഒരു കൈത്താങ്ങാകാൻ കൂടി ഉൾക്കൊള്ളുന്ന സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കൂടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സോളാർട്ട് അക്കാഡമിയുടെ പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായിട്ടും കേരളത്തെ നമുക്കെല്ലാവർക്കും കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരിടമാക്കി മാറ്റാൻ ഈ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ. ഈ ലോകം മുഴുവൻ അങ്ങനെയുള്ള ഇതിന്റെ പ്രവർത്തനം ആഗോളതലത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു എന്നാണ്. വിവിധ മേഖലകളിൽ, വിവിധ സ്ഥലങ്ങളിൽ അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ലോകം കുറെ കൂടി നമുക്കെല്ലാവർക്കും കൂടുതൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരിടമാക്കി മാറ്റാൻ ഈ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും